മെസ്സി, എംബാപ്പെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇവരിൽ ഏറ്റവും പ്രഗത്ഭനായ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഫുട്ബോളർ ആരാണ്? മെസ്സി. ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാനായിട്ട് ധൈര്യം നൽകിയ ഒരു സ്കൂൾ കോളേജ് ബാക്ക്ഗ്രൗണ്ട് ദേവനുണ്ട്. എന്താണ് അങ്ങനെ ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമുണ്ടോ? ഒരു പരിധി വരെ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും? കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നത്. അതെ അതെ, ചോദിക്കാൻ അധികാരമുണ്ട്. അധികാരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിയായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ കേരളത്തിൽ? സാർ അതിവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കെ സ്മാർട്ട് എനിക്ക് വലിയൊരു റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റമായി തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഗവർണറും അവിടുത്തെ സ്റ്റേറ്റുമായിട്ടുള്ള വിഷയം തന്നെ എടുത്താലും കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. മേ ഐ കം ഇൻ സർ? പ്ലീസ് കം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. താങ്ക് യു സർ. പനിയൊക്കെ മാറിയോ? പനി, ശ്വാസം നല്ലവരുന്നോ? ചെയറിലേക്ക് കയറി നല്ല സൗകര്യം. ആസ്മാറ്റിക് ആണോ? ആസ്മാറ്റിക് ആണ്. ആസ്മാറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ദേവനെ പറ്റി തന്നെ. എൻ്റെ പേര് ദേവൻ കെ അജിത്ത്. ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ശൂരനാടുള്ള ശാന്തിനികേതൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം പാലക്കാട് NSS കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നും ബിടെക് ബിരുദധാരി. എഞ്ചിനീയറിംഗ് കോളേജ് ഇരിക്കുന്ന സ്ഥലം ഏതാ? അകത്തേത്തറ. ഏത്? അകത്തേത്തറ. അകത്തേത്തറ. ഓക്കെ. അകത്തേത്തറയിൽ നിന്നുമാണ് ബിടെക് ഗ്രാജുവേഷൻ ബിരുദധാരിയായി മാറിയത്. ഏതിലാണ് ബിടെക് എടുത്തത്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ. നിലവിൽ ഞാൻ LSD ഡിപ്പാർട്ട്മെന്റിൽ നിരണം ഗ്രാമപഞ്ചായത്തിൽ ക്ലാർക്കായി സേവനമനുഷ്ഠിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റിൽ? LSD. അതെ. ഓക്കെ. നിരണം. നിരണം കോട്ടയമല്ലേ? പത്തനംതിട്ട ബോർഡർ അല്ലേ? തിരുവല്ലയ്ക്കടുത്ത്. നിരണം രാജൻ അല്ലേ? നിരണം രാജൻ. കാതികൻ. നാരങ്ങാനം അവിടെ അടുത്തും കണ്ടല്ലേ? നാരങ്ങാനം പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല. നാരങ്ങാനത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. പറയാൻ ചോദിക്കുന്ന കൂട്ടത്തിൽ പറയാം. ഇവിടെ ഇപ്പൊ ഏതായി ചെയ്യുന്നതെന്നാ പറഞ്ഞേ? ഈ പറയപ്പെട്ട സ്ഥലത്ത് മനസ്സിലായില്ല. നിരണം പഞ്ചായത്തിൽ എന്തോ ജോലി? ക്ലർക്കായിട്ട്. പെൻഷൻ സിവിൽ രജിസ്ട്രേഷൻ ആണ് ഞാൻ ചെയ്യുന്ന സീറ്റ്. അപ്പൊ നിങ്ങളുടെ ഓഫീസിലൊക്കെ തഹസിൽദാർ ഒക്കെ ഉണ്ട് അല്ലേ? ഇല്ല, തഹസിൽദാരുടെ റവന്യൂ ഓഫീസർ. താലൂക്കിലാണ് തഹസിൽദാർ ഉള്ളത്. ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി ആണ് നമ്മുടെ ഹെഡ് ഓഫ് ദി ഓഫീസ്. ഓക്കെ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിക്കോട്ടെ. പേടിയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എഞ്ചിനീയർ സാറിനോട് സാമ്പത്തിക ശാസ്ത്രം ചോദിച്ചാൽ വിഷമമൊന്നും ഇല്ല. ഒന്നുമില്ല. ഓക്കെ. കാരണം ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എത്ര ലെവൽ ഗവൺമെന്റ്സ് ഉണ്ട് ഇന്ത്യയിൽ? ഇപ്പോൾ ഒരു ലെവൽ ഗവൺമെന്റിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്? 3 തരം. ഏതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ? അപ്പോൾ 3 തട്ടിലുണ്ട്. ഈ 3 തട്ടിലുള്ള ഗവൺമെന്റുകൾക്കും അവനവന്റേതായ അധികാരങ്ങളുണ്ടോ? ഒരു പരിധി വരെ. ഫെഡറലിസം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ അധികാര കേന്ദ്രങ്ങളുണ്ടെന്ന് പറയാം. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെയാണല്ലോ താങ്കൾ വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള അധികാരം അത് എവിടെ നിന്ന് വരുന്നു? കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ കിട്ടുന്നു. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെ കയ്യിലിരിക്കുന്ന അധികാരങ്ങളെല്ലാം ഒരു ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സംസ്ഥാന സർക്കാരിന്റെ. എത്ര അധികാരങ്ങളാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്? ഓൺ ടാക്സ് റവന്യൂ, അതായത് വസ്തുനികുതി
അല്ലെ ഈ അധികാരം വിട്ടുകൊടുത്തിരിക്കുന്നത് 27 29 ആ ഓക്കെ 29 എന്ന് പറയുന്നവരുണ്ട്, 28 എന്ന് പറയുന്നുണ്ട്, 27 എന്ന് പറയുന്നവരുമുണ്ട്. എനിക്കാവ് 29 അധികാരങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു അതിനൊരു പൊളിറ്റിക്കൽ ആൻസർ കിട്ടാൻ വേണ്ടിയല്ല. അതായത് നവകേരള സദസ്സ് നടത്തിയിരുന്ന സമയത്ത് ഈ പറയപ്പെട്ട ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനോടൊക്കെ നവകേരള സദസ്സിലേക്ക് ഫണ്ട് ചെയ്യണമെന്ന് 50,000 rupees കൊടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ്, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെന്റിന് അവകാശമുണ്ടോ? ഓൺ ഫണ്ട് ഞാൻ എൻ്റെ പഞ്ചായത്തിന്റെ കാര്യം വെച്ചൊന്ന് പറയട്ടെ. നവകേരള സദസ്സിന്റെ ചാർജ് എനിക്കായിരുന്നു. 42 ലക്ഷമാണ് എൻ്റെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട്. 42 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 5 മാസത്തേക്ക് സാലറി എടുക്കാൻ പോലും തികയാത്ത രീതിയിലുള്ള ഓൺ ഫണ്ടാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനത്തെ പഞ്ചായത്തുകളോട് 50,000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുത്തു അല്ലേ. അപ്പൊ അത് ഒന്ന് പഠിക്കണം. ഇതേ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ടോ ഇങ്ങനെ ചോദിക്കാറുണ്ട്? അധികാരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത് ഇപ്പൊ വോളണ്ടറി ആയിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് കൊടുക്കുന്നെങ്കിൽ ഓക്കെ, അത് അവരുടെ ചിലപ്പോൾ അവരുടെ ഫണ്ടിൽ നിന്ന് എടുക്കാതെ തന്നെ ഈ സുഹൃത്തുക്കളൊക്കെ വഴി, അതായത് ഓഫീസിലുള്ളവരൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിരിച്ചുമൊക്കെ എടുത്തായിട്ട് കൊടുക്കുമായിരിക്കും. ചോദിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല എന്നാണ്. അതേ സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന് നിർബന്ധമായിട്ട് ഇവർക്ക് കൊടുക്കേണ്ട ഫണ്ടുണ്ട്. അതെന്താണ്? പ്ലാൻ ഫണ്ട് അല്ലേ. അത് എത്ര ശതമാനം കിട്ടും? ഇപ്പൊ എത്ര ശതമാനമാണ് പ്ലാൻ ഫണ്ട്? അതായത് പ്ലാൻ ഫണ്ട് ഫിക്സ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ്, സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ സാധാരണ രീതിയിൽ അത് അറൌണ്ട് 30% ഒരു ഫണ്ടാണ്. അതായത് ഒരു ബജറ്റിൽ പ്ലാൻ ഫണ്ടായിട്ട് വെക്കുന്നതിൻ്റെ 30%എങ്കിൽ 30% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം കൂടി കൊടുക്കുന്നു. എന്നിട്ട് അവരത് ഷെയർ ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ. അപ്പം ഓക്കെ, താങ്കൾ എന്തായാലും അപ്പം ഞാൻ നാരങ്ങാനം ചോദിച്ച കാര്യം എനിക്ക് നമുക്ക് ആവശ്യമുള്ള സമയം എന്നാൽ നാരങ്ങാനം ചോദിച്ചെന്താ, അവിടെ ഒരു തഹസിൽദാർ വന്നു ചെയ്തിട്ട് ഒരാളോട് പറഞ്ഞു, നിങ്ങൾ നികുതി അടച്ചിട്ടില്ല. അരിയർ കളക്ഷനെ പറ്റി പറയുക, വലിയ അരിയർ കളക്ഷൻ, അതാണ് നമ്മുടെ ഫിസിക്കൽ ക്രൈസിസിന്റെ ഒരു കാരണം. നിങ്ങൾ അരിയർ അടച്ചിട്ടില്ല ഇന്ന ദിവസത്തിനകം, അത് മാർച്ച് മാസത്തിലാണ് പറയുന്നത്, മാർച്ച് 31 ലാസ്റ്റ് ഡേറ്റ്, അതിന് മുമ്പായിട്ട് അരിയർ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. തന്നെ ഞാൻ കൊലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ആരെയെന്ന് ഓർക്കണുണ്ടോ? നാരങ്ങാനത്ത് ജോസ് സമ്പടി അങ്ങനെ ഒരു തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഒരു ലോക്കൽ സെക്രട്ടറി ചോദിച്ചത് അങ്ങനെയാണ്. അത് ഇഷ്യൂ ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ, പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു അത്. അപ്പോൾ അരിയർ ഉണ്ടാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ഉദിക്കുന്നു. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിലാണ് അരിയർ ഉണ്ടാകുന്നത്. അപ്പോൾ ശക്തമായിട്ട് എടുക്കാം, നടപടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇവർ തോക്കുമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? തഹസിൽദാർക്ക് വല്ല രക്ഷയുണ്ടോ? ആ തഹസിൽദാർ അവിടുന്ന് ട്രാൻസ്ഫർ ചോദിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം തൽക്കാലം തീരുകയാണ്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ചോദിക്കാൻ. താങ്കൾ മിടുക്കനാണ്. പനി കൊണ്ട് വന്നെങ്കിൽ താങ്കൾക്ക് ഇത് കയറി പോകാൻ പറ്റും കേട്ടോ. ഓക്കെ. ദേവാ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം കൺഗ്രാജുലേറ്റിംഗ് യു. ഇത്രയും സ്ട്രെസ്സിനിടയിലും ഫിസിക്കൽ എയിൽമെൻറ്റിൻ്റെ ഇടയിലും എല്ലാം അതിനൊരു ധൈര്യം കിട്ടിയ ഒരു സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ദേവനുണ്ടല്ലോ. എന്തായിരിക്കും അത്? ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കാനായിട്ട് ധൈര്യം നൽകിയ ഒരു സ്കൂൾ കോളേജ് ബാക്ക്ഗ്രൗണ്ട് ദേവനുണ്ട്. എന്താണ്? ഞാൻ 8th മുതൽ 10th വരെ സ്കൗട്ടിൽ മെമ്പറായിരുന്നു. 11th 12th NCC മെമ്പറായിരുന്നു. കോളേജ് പഠന കാലഘട്ടത്ത് NSS മെമ്പറായിരുന്നു. ക്യാമ്പിൽ പോയിട്ടുള്ളതുമായിട്ടുള്ള സാഹചര്യങ്ങളും നേരിൽ കണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങളും അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ച സാഹചര്യങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെരി ഗുഡ്, ഫൈൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസുകളിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് യു ആർ വെരി കമ്പോസ്ഡ്, യു ആർ വെരി കോൺഫിഡൻറ്റ് ഇനഫ് ടു ഫേസ് എനി സ്ട്രെസ്. പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങിനോട് എന്തോ ഒരു വിരോധമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറ്റിയത് സാർ? അതിവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്ക് സ്റ്റാമറിങ് ഇഷ്യൂ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. സ്റ്റാമറിങ് ഇഷ്യൂ ആണ് മെയിനായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഗ്രാമസഭ വരുമ്പോഴായാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്.
സ്റ്റാമറിംഗ് ഇഷ്യൂ ആണ് മെയിനായിട്ടുള്ള കാരണം. നമ്മളെ പബ്ലിക് സ്പീക്കിങ്ങിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന ഒരു കട. കേരളത്തിൽ നല്ല സ്റ്റാമറിംഗ് ഉണ്ടായിട്ടും കേരളം മുഴുവൻ പ്രസംഗിച്ച് കിടന്ന ഒരാളുണ്ടായിരുന്നു. EMS നമ്പൂതിരിപ്പാട്. പുള്ളിയുടെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എപ്പോഴും തിങ്ക് ചെയ്യാൻ ടൈം അല്ല EMSനോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ, എപ്പോഴും വിക്കുണ്ടോ എന്ന് ചോദിച്ചു. സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അതെ അതെ. പക്ഷെ അത്രയും പോലും ആർക്കും ഇല്ല, എനിക്ക് ദേവനില്ല. സ്റ്റിൽ എന്നെ പിന്നോട്ട് വിളിക്കുന്ന ഒരു ഫാക്ടർ അതാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത്. യെസ് യു ക്യാൻ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. വെരി ഗുഡ്, ഫൈൻ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. യു ക്യാൻ. താങ്ക് യു സാർ. പിന്നെ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയറും അല്ല ഫുട്ബോൾ ഫാനുമാണ്. ഫുട്ബോൾ ഫാനാണ്. അതെ. ഫുട്ബോളിന്റെ സ്ട്രാറ്റജി, അതെ, ഫുട്ബോളിന്റെ യൂറോപ്യൻ ഫുട്ബോൾ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അവരുടെ പിന്നെ ടീമിന്റെ അവരുടെ ടീം സ്റ്റാറ്റിക്സ്, ട്രാൻസ്ഫർ വിൻഡോയിലുള്ള ഇതെല്ലാം ഒരു ടീമിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടീമിന് യൂണിറ്റി, ഒരു സക്സസ്ഫുൾ ടീമിന് യൂണിറ്റി ആണ് വേണ്ടത്. യൂണിറ്റി വേണം. തമ്മിൽ ഒരു ഇന്ററാക്ഷൻ, ഒരു കോർഡിനേഷൻ വേണം, ഒരു നല്ല ലീഡർ വേണം. എന്ത് പ്രതിസന്ധിയിലും നേരിടാൻ തക്കവണ്ണം ഒരു ലെവൽ ഓഫ് മെന്റൽ ഹെൽത്തും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു വാക്ക് വേണം. എസിൽ തുടങ്ങുന്നൊരു വാക്കുണ്ടെങ്കിൽ ഏത് ടീമും വിജയിക്കത്തുള്ളൂ. സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ വേറെ റസ് വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന പോലും. വിനിയുടെ സ്ട്രാറ്റജി എന്തൊക്കെയാണ് ദേവൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ദേവൻ രൂപപ്പെടുത്തിയിട്ടുള്ള സ്ട്രാറ്റജികൾ? ഞാൻ BTech ആണ് പഠിച്ചതെങ്കിലും എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 8 വർഷം വേണ്ടി വന്നു. അപ്പോൾ ഞാനൊരു സ്ലോ ലേണറാണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിലും ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റൂ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. സോ വർക്ക് റേറ്റ് ആണ് എന്നെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടർ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു 12 hours അല്ലെങ്കിൽ 10 hours കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. വർക്ക് റേറ്റ് ആണ് മെയിനായിട്ട് ഞാൻ. ദാറ്റ് വാസ് യുവർ സ്ട്രാറ്റജി. അത് വിജയിക്കുകയും ചെയ്തു. അതെ അതെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, റിട്ടൺ ടെസ്റ്റ് പാസ്സായത്. അതെ അതെ. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും? കൂളായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, ക്ലാരിറ്റിയോടുകൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അത് എങ്ങനെ? കമ്പോസ്ഡ് ആയിട്ടിരിക്കുക. അതെങ്ങനെ? നല്ല കോൺഫിഡൻസോട് ഇപ്പം ഇരിക്കുന്ന പോലെ. ബാക്കി ചോദ്യങ്ങൾ സാറ് ചോദിക്കുമ്പോൾ ഇതേ രീതിയിൽ ഉത്തരം പറഞ്ഞാൽ മതി. താങ്ക് യു സാർ. താങ്ക് യു. ദേവൻ, കൊല്ലത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കശുവണ്ടി എല്ലാവർക്കും അറിയാവുന്നതുപോലെ, അഷ്ടമുടി കായൽ, അവിടുത്തെ മത്സ്യസമ്പത്ത്, ശൂരനാടുമായിട്ട് ബന്ധപ്പെട്ട് കലാപം, ശൂരനാട് കലാപം. ശൂരൻ്റെ നാടാണ് ശൂരനാട്. ശൂരനാട് കുഞ്ഞമ്പിള്ള ഫസ്റ്റ് എഴുത്തച്ഛൻ അവാർഡ് ചെയ്ത തോപ്പിൽ ബാസിയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി ശൂരനാട് കലാപമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. ഒരു ട്രൈ ജംഗ്ഷനാണ് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ. അപ്പോൾ ഒരു 3 കൾച്ചറും ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ശൂരനാട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയുന്നത്. അതെ അതെ. ഈ ശൂരനാടുകാരൻ ഒരാൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പം അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയാലേ അടുത്ത സമയം എത്രയാവും? ഇല്ല സാർ. നിങ്ങളുടെ നാട്ടുകാരനാണ് ശൂരനാടുകാരൻ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. സാർ ചോദിക്കട്ടെ. നിങ്ങൾ പഞ്ചായത്ത് സിസ്റ്റത്തിലുണ്ടല്ലോ ഇപ്പോൾ. അതെ. ഈ 73rd അമെൻമെൻറ്റ് ആണല്ലോ ഒരു റെവല്യൂഷണറി ആയിട്ട് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ. അതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പിന്നെ ഒരു 30 വർഷത്തോളമായി ആ പരീക്ഷണം തുടങ്ങിയിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതുവരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ ഈ പഞ്ചായത്ത് ഭരണ സമ്പ്രദായത്തിൽ വരുത്തേണ്ടതുണ്ട് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? സർ, മാറ്റേണ്ടതായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് കേരള സർക്കാർ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. K-സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് നേരിട്ട് ഓഫീസിലെത്താതെ ഓൺലൈനായിട്ട് തങ്ങളുടെ ഫോണുകളിൽ നിന്ന് എന്ത് ആപ്ലിക്കേഷനും എന്ത് ഫയൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് K-സ്മാർട്ട്. K-സ്മാർട്ട് എനിക്ക് വലിയൊരു റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റമായി തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഓൺ ഫണ്ടിൻ്റെ ഒരു പര്യാപ്തത, പ്രത്യേകിച്ച് നിരണം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുട്ടനാട് റീജിയനാണ്.
ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ അവിടെ പല വീടുകളും മുങ്ങുന്ന സാഹചര്യമാണുള്ളത്. ആ ഒരു സമയത്ത് നമുക്കൊരു മിറ്റിഗേഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ ഓൺ ഫണ്ട് വളരെ കുറവാണ്. അതുപോലെ താറാവ് വളർത്തൽ കേന്ദ്രം ഉള്ളതുകൊണ്ട് പക്ഷിപ്പനി സമയത്ത് ഈ അടുത്തത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷിപ്പനി വരുന്ന സമയത്ത് ഈ താറാവുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടും ഈ കർഷകർക്ക് എന്തെങ്കിലും പെട്ടെന്ന് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓൺ ഫണ്ട് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഓൺ ഫണ്ടിൻ്റെ ഒരു പര്യാപ്തത ഈ നമ്മുടെ ഈ ഭരണ സമ്പ്രദായത്തിൽ പുതിയ ഒരു സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടൊരു ഭാഗമാണല്ലോ പഞ്ചായത്ത് രാജ് സമ്പ്രദായം. അതെ. ഇന്ത്യയുടെ പൊതുവിലുള്ള ഭരണ സമ്പ്രദായത്തെ നമ്മൾ ഒരു ക്വാസി ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. എന്താണ് ഈ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ? ഫെഡറൽ പോലെ തോന്നിപ്പിക്കുന്ന ഫെഡറൽ പോലെ തോന്നിപ്പിക്കുന്ന ഫെഡറൽ സമ്പ്രദായം. അതെന്താണ് അതിനകത്തുള്ളൊരു സവിശേഷത എന്താണ്? സ്റ്റേറ്റ്സിനും കൺട്രിക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് അല്ല, കൺട്രിക്ക് ഒരു ഗ്രിപ്പ് ഉണ്ട് എപ്പോഴും സ്റ്റേറ്റ്സിന്റെ മുകളിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അത് ചെയ്തത് 365 നാട്ടുരാജ്യങ്ങളായിട്ട് വിഘടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇന്ത്യ ആക്കിയത്. അപ്പം കൺട്രിക്കൊരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് തോന്നിയത് കൊണ്ടാവാം അവരങ്ങനെ ചെയ്യാൻ കാരണം. അങ്ങനെയെങ്കിൽ അത് യൂണിറ്ററി സിസ്റ്റം ആക്കിയ പോരായിരുന്നു. എന്തുകൊണ്ടാണ് ക്വാസി ഫെഡറൽ ആക്കി? സ്റ്റേറ്റ്സിന് സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ നിയന്ത്രണം ഇവരുടെ പുറത്ത് വേണമെങ്കിൽ യൂണിറ്ററി സിസ്റ്റം ആക്കിയാൽ പോരെ? അല്ല, ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ള എന്ത് ആയിക്കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറത്തോട്ടെന്ന് എന്താ ഉദ്ദേശിക്കുന്നു? ഇപ്പം നമ്മളിപ്പം തമിഴ്നാട്ടിലെ ഗവർണറും അവിടുത്തെ സ്റ്റേറ്റുമായിട്ടുള്ള വിഷയം തന്നെ എടുത്താലും ഇവിടെ ഉണ്ടോ അത്തരം വിഷയം? തീർച്ചയായിട്ടും ഉണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് സ്റ്റേറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ കേന്ദ്രത്തിൽ ഇപ്പോഴില്ലെന്നാണ്. ഇപ്പോഴും ഉണ്ട് ഒരു പരിധി വരെ. ഇപ്പോഴില്ല, പ്രകടമായിട്ട് ഞാനിപ്പം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള സിനാരിയോസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓക്കെ, പഞ്ചായത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, അവർ നേരിടുന്ന പ്രധാനപ്പെട്ട സ്ട്രേ ഡോഗ്സിന്റെ ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അത് എങ്ങനെ പഞ്ചായത്തുകൾക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും? നമുക്ക് നിരന്തരമായി പരാതി ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രേ ഡോഗ്സിന്റെ ഇഷ്യൂ ആണെന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, നിങ്ങളുടെ പരിമിതികൾ എന്താണ്? ഓൺ ഫണ്ടാണ് നമുക്കുള്ള പരിമിതി. പക്ഷെ ഒരു ഷെൽട്ടർ ഹോം പോലെ തുടങ്ങിയിട്ട് അവരവിടെ താമസിപ്പിക്കുന്ന എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അല്ല, പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? പഞ്ചായത്തുകൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത് എന്താണ്? അതിനുള്ള പരിമിതി എന്താണ്? ഷെൽട്ടർ ഹോം അല്ലേ പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഓൺ ഫണ്ടിന്റെ പര്യാപ്തത. അപ്പോൾ അതിനെന്താ പഞ്ചായത്തുകൾ ചെയ്യാൻ? അവർക്ക് പിന്നെ അവരുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് എന്താണ്? ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വ്യക്തികളോട്, അതായത് കോടതി പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനകത്തിടാൻ, അല്ലെങ്കിൽ കോടതി അലക്ഷ്യാവില്ലേ? അതെ. അപ്പോഴോ അത്യാവശ്യം ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മെമ്പർമാർ വഴി ഫണ്ട് പിരിച്ചതിന് ശേഷം പഞ്ചായത്തിന് അതെല്ലായിടത്തും സാധ്യമാണോ? അങ്ങനെയുള്ളവരില്ലാത്ത പഞ്ചായത്തുകൾ ഉണ്ടാവത്തില്ലേ? അങ്ങനെയുള്ള പഞ്ചായത്തുകൾ കുറവായിരിക്കും. അവർക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു നിങ്ങളുടെ അഭിപ്രായം. പോയിന്റ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ലോക്കൽ ഗവൺമെൻറ്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിയായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും ഒരു പരിധി വരെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹരിതകർമ്മസേന വഴി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എൻ്റെ പഞ്ചായത്തിൽ അത്യാവശ്യം എല്ലാ വാർഡുകളിലും ഭൂരിഭാഗം വീടുകളും കൊടുക്കാറുണ്ട്. അവർക്കത് വഴി ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ദേവൻ പറഞ്ഞത് ഒരു പരിധി വരെ അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ എന്താ മാർഗം? വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്, ബോട്ടിൽ ബൂത്ത് പോലെയുള്ള. അത് ആൾക്കാരിലേക്ക് ശരിയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലേണിങ്സ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് വേസ്റ്റ് നമ്മുടെ ഭൂമി എങ്ങനെ ബാധിക്കും, നാളേക്ക് ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടതാണ്, നമുക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല. സോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മാലിന്യം പരിപാലനം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധനം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 3 ഫുട്ബോൾ താരങ്ങളുടെ പേര് പറയാം. മെസ്സി, എംബാപ്പെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇവരിൽ ഏറ്റവും പ്രഗത്ഭനായ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഫുട്ബോളർ ആരാ? മെസ്സി. എന്താ കാര്യം? മെസ്സി ഒരേ സമയം ക്രിയേറ്റീവ് ആണ്, ഒരേ സമയം ഗോൾ സ്കോർ ചെയ്യാനും പറ്റും. ഒരു കളിയുടെ ഗതി തന്നെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പ്ലെയറാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ നേടിയിട്ടുണ്ട്, വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്, ലാലിഗ നേടിയിട്ടുണ്ട്. മെസ്സിയിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു ലെസൺ എന്താണ്? മെസ്സി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു.
സ്റ്റിൽ അദ്ദേഹം അതെല്ലാം റിക്കവർ ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ ഓഫ് പ്രാക്ടീസ്, ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, അതൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഫോളോ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ. താങ്ക്സ്. അപ്പം അതേ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ക്വാസി ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ കാര്യം. അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് പറയാമോ? അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും, അതായത് കേന്ദ്രത്തിന് ഇത്തിരി മേൽക്കൈ താങ്കൾ പറഞ്ഞത്, അങ്ങനെ കിട്ടത്തക്ക രീതിയിൽ ആണ് റിസോഴ്സ് മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത്. ആ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആകെ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന റിസോഴ്സസിൻ്റെ എത്ര ശതമാനം കേന്ദ്രത്തിൻ്റെ കയ്യിൽ പോകുന്നു, എത്ര ശതമാനം ഓരോ സംസ്ഥാനങ്ങളുടെയും കയ്യിൽ വരുന്നു? എല്ലാ രാജ്യങ്ങളെ പറ്റി എത്ര? 59 കേന്ദ്രത്തിനും 41 സ്റ്റേറ്റ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഹൊറിസോണ്ടൽ എവല്യൂഷനെ പറ്റിയാണോ? അതെ, അങ്ങനെയാണോ? അതെ. അപ്പോൾ അത് 59-41 ആണോ അതോ 63-37 ആണോ? ഞാൻ വായിച്ചിട്ടുള്ളത് 59-41. എവിടുന്ന ഏത് സോഴ്സിൽ നിന്ന് അങ്ങനെ കിട്ടിയത്? PKPSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ്സിന് പഠിപ്പിച്ച എനിക്കൊരു ഓർമ്മ, അതിനുശേഷം എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അത് ശരി. അപ്പോൾ ഒന്ന് വെബ്സൈറ്റിൽ നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അത് 63 വേഴ്സസ് 37 ആണെന്ന്. അപ്പോൾ 63 കേന്ദ്രത്തിന്റെ കയ്യിൽ റിസോഴ്സസ് കിട്ടുന്നു, 37% മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നാച്ചുറലി ഈ ഫിസിക്കൽ ക്രൈസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാരണം തന്നെ നമുക്കറിയാം. ഇപ്പൊ MGNREGP അതിനെ റാംജി റാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി, UBG റാം എന്ന് പറഞ്ഞ് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? 90:10 ആയിരുന്നതിന് 60:40. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ ഒരു ഇൻക്ലിനേഷൻ ഇല്ലേ? കേന്ദ്രത്തിന് കൂടുതൽ റിസോഴ്സസും സംസ്ഥാനങ്ങൾക്ക് കുറച്ചും. അങ്ങനെയുള്ള വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ആകെ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം, അതായത് 2014 ശേഷം ഗവൺമെൻറ് ഏതോ ആകട്ടെ 28 വെട്ടിക്കുറച്ചു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഈ പിന്നെ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ റിസോഴ്സസ്, അതായത് ഷെയറിങ്, കേന്ദ്രത്തിൻ്റെ കുറച്ചു, സംസ്ഥാനത്തിൻ്റെ കൂട്ടി. ഇതൊക്കെ ഈ പറയപ്പെട്ട ഒറ്റ കളിയിലെ അപ്പോൾ യു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. എന്നിട്ട് ഇത് വെബ്സൈറ്റ് വഴിയായിട്ട് പിന്നെ വെരിഫൈ ചെയ്യും കേട്ടോ. എവിടെ ഇപ്പം ഞാൻ പറഞ്ഞാലും KP ലേണിങ്സ് പറഞ്ഞാലും നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് വെബ്സൈറ്റ്സ് പല റിസൾട്ടാണ് തരുന്നത്, പല സ്റ്റഡീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഈ പറയപ്പെട്ട ഇപ്പോഴത്തെ ഒരു പ്രൈസ് ലെവല് 0.25% ആണ് ഉപഭോക്തൃ വില നിലവാരം എന്ന് പറഞ്ഞ് ഒരു 2-3 ആഴ്ച മുമ്പ് വന്നു. അത് IMF തന്നെ തെറ്റാണ്. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു ആ കാൽക്കുലേഷൻ തെറ്റാണ്, നമ്മുടെ GDP കാൽക്കുലേഷനും അത് അവിടെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അതെന്താ വെച്ചാൽ താങ്കൾക്ക് അറിഞ്ഞുകൂടാ, താങ്കളൊരു എക്കണോമിസ്റ്റ് അല്ല, എഞ്ചിനീയറാണ്. ഞങ്ങൾ പറയാറുണ്ട് എക്കണോമിസ്റ്റുകൾ, അതായത് നമ്മളൊരു ഡേറ്റ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ പേരെ ഏൽപ്പിക്കുന്നു. അവർ കൊണ്ടുവരുന്ന ഡേറ്റ നമ്മൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ളതല്ലെങ്കിൽ പോടാ എന്നും പറഞ്ഞിട്ട് മാറ്റി കളഞ്ഞിട്ട്, അത് ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല, നമുക്കിഷ്ടമുള്ള ഡേറ്റ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിന് ഡേറ്റ കുക്കിംഗ് എന്ന് പറയും. അങ്ങനെ ഡേറ്റ കുറച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. അതാണ് ഇപ്പോൾ 5th പൊസിഷനിലിരുന്ന ഇന്ത്യൻ ഇക്കോണമി ജപ്പാനെ പിന്തള്ളി 4th സെക്ഷൻ ഇതിലേക്ക് വരുന്നു. അതും യുണൈറ്റഡ് നേഷൻസ് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം, ബിക്കോസ് യു ഹാവ് എ ബ്രെയിൻ കേട്ടോ. അപ്പം നമുക്ക് ഈ ബ്രെയിൻ ഉള്ളപ്പോൾ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് ഇതൊക്കെ തന്നെ നേടിപ്പിടിക്കാം. രണ്ടാമത് ഒരെണ്ണം പറയാനുള്ളത് വേസ്റ്റ് മാനേജ്മെൻറ്റ്. താങ്കളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ താങ്കൾക്ക് വലിയ തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഞാൻ ബ്രസീലിൽ പോയിട്ടുണ്ട്, അമേരിക്കയിലും പോയിട്ടുണ്ട്. ബ്രസീലിൽ പോയത് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താണെന്നറിയാമോ? വേസ്റ്റ് വാട്ടർ, അതായത് നമ്മുടെ കാനയിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് കൊടുക്കുന്നു. അവിടെ ഒരു ഇൻഫെക്ഷനും ഉണ്ടാകുന്നില്ല, ബിക്കോസ് ശുദ്ധീകരണം അത്ര നന്നായിട്ടാണ്. അപ്പോൾ ബ്രസീൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് യൂറോപ്പിനെ പോലെ വൃത്തിയുള്ള ഇതാണെന്നാണ്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്നറിയാം, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ടൊരു വാഹനം എല്ലാ വീട്ടിലും വരും. വാഹനം വീട്ടിൽ വരുമല്ല, റോഡ് സൈഡിൽ വരും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ആ വാഹനത്തിലേക്ക് നമ്മുടെ ആ വേസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേക്കും അത് ജൈവം അജൈവം എന്ന് പറഞ്ഞ് തിരിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അത് അജൈവത്തിനെയും പൊടിച്ച് അതുപോലെ ജൈവത്തിനെയും പൊടിച്ച് വളമാക്കിയാണ് ഒരു സ്ഥലത്തെത്തി, എന്നിട്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവർ ആവശ്യക്കാർക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട
വേസ്റ്റ് മാനേജ്മെന്റ് പിന്നെ ഒരു ഇഷ്യൂ ആകുന്നേ ഇല്ല. കേരളത്തിലുണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് ടാറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. എനിക്കറിയാം നേരത്തെ മുതൽ, അതായത് ഈ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതാ, പക്ഷെ പെർഫെക്റ്റ് ആകുന്നില്ല ഇവിടെ. അതാണ് പ്രശ്നം. ഹാഫ് വേയിൽ നിന്ന് കളയും. അതാ പ്രശ്നം. പിന്നെ ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആ ഇതിനകത്ത് ഡസ്റ്റ്ബിന്നിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ വേ അത് പിന്നെ ശരിക്കും വളമായിട്ട് മാറ്റും. വളമായിട്ട് മാറ്റി മുനിസിപ്പാലിറ്റിയോ വാട്ട് എവർ ഇറ്റ് ബി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പേയ്മെന്റ് നടത്തിയാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വളം തരും. അപ്പോൾ അവിടെ ഈ മാലിന്യ പ്രശ്നം ഇല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഈ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൊക്കെ ജോലിയിൽ ഇരിക്കുന്നവർ നോക്കിയാലേ ഇതൊക്കെ നടക്കുക. അതല്ലാതെ 8ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞിട്ട് വിചാരിക്കുന്നവർക്ക് പറ്റില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലീസ്, അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ അനുഭവമായി. ഈ 2 രാജ്യങ്ങളിലും ഞാൻ പോയി പഠിച്ചതായത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇനി വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ഒറ്റ ഇത് കൂടെ. നമ്മുടെ ഈ ഇപ്പം പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിലേക്കാണ് അസിസ്റ്റൻ്റായിട്ടാണ് ദേവൻ വരാൻ പോകുന്നത്. ഇവിടെ 2ഇടത്തും വർക്ക് ചെയ്യുമ്പോൾ ദേവൻ്റെ ഒരു വലിയൊരു ഡ്രീമുണ്ട്. എന്താണ്? ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആൾക്കും എന്ത് കൊടുക്കുക? സേവനം ഉറപ്പാക്കുക. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ഇപ്പോൾ പഞ്ചായത്ത് ഇരിക്കുമ്പോൾ അവർ ഡയറക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ ഡയറക്റ്റ് അവർ വരുന്നില്ല. ഡിലേ കൂടാതെ അന്നന്ന് തന്നെ ഫയലുകളെല്ലാം ഡിലേ കൂടാതെ ഫയലുകൾ ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് ഈ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ആൾക്കാർ നേരിട്ട് മുന്നിൽ വരാത്തടത്തോളം കാലം നമ്മൾ അങ്ങനെ അവർക്ക് സർവീസ് കൊടുക്കുന്നതാണോ? പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഗവർണൻസ് ആയപ്പോൾ ആളുകൾ വരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലില്ല. പക്ഷെ പിന്നെ നമുക്ക് അവരെ എങ്ങനെ കാണാൻ പറ്റും? ഇല്ല, കാണേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷെ അവരെ നമ്മൾ കാണണമല്ലോ. എങ്കിലല്ലേ അവരുടെ ആവശ്യം നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. ഫയലിൽ നിന്ന് മനസ്സിലാവില്ലേ? ഫയലിൽ നിന്ന് മനസ്സിലാക്കും. മാഡം പറഞ്ഞാണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം. എന്താണ്? ഓരോ ഫയലിലും ഓരോ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളാണ് ആര്? ഞാനോ? അല്ലേ? തീർച്ചയായിട്ടും. അതാ ഞങ്ങൾ താങ്കളിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതാണ്. താങ്ക് യു മാഡം. അപ്പോൾ ഇപ്പം സ്റ്റാമറിങ് എല്ലാം അങ്ങ് പോയില്ലേ? സ്റ്റാമറിങ് ഉണ്ട്, പക്ഷേ സ്റ്റാമറിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് യുവർ പെർഫോമൻസ്. തോന്നുന്നില്ല. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നിയായിരുന്നു. സ്റ്റാമറിങ് കൊണ്ടൊന്നല്ല, കുറച്ച് അതാണ്. നൗ യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ. ആ കംഫർട്ടബിൾ മൈൻഡോടുകൂടി തന്നെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് പോവുക. ആ കോൺഫിഡൻസ് ലെവലോടുകൂടി തന്നെ സംസാരിക്കുക. അവിടെ വീക്ക്നെസ്സിനകത്ത് എന്തിനു എഴുതണ്ട? പബ്ലിക് സ്പീക്കിംഗ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ദാറ്റ് ഈസ് ഗോൺ. ദാറ്റ് വാസ് ആൻ ഓൾഡ് സ്റ്റോറി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വിഷ് യു ഓൾ ദ സക്സസ്. Devan, you have done well, right? You have a practical experience, practical knowledge on all these so many things, right? Yes. So you utilize this ability in front of the panel, right? Then you can very well do that, right? You can make it. Okay. Wish you all the very best. Thank you, sir. നിങ്ങളെപ്പോലൊരാൾ പിന്നെ സർവീസ് വന്നാൽ അത് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും നല്ലതാണ്. Thank you, sir. നന്നായി വരട്ടെ. Thank you, sir. Right.